കാട്ടാനശല്യം രൂക്ഷമായ കണ്ണവം മേഖലയിൽ എംഎൽഎമാർ സന്ദർശനം നടത്തി. വി.കെ. സനോജ്, പി.കെ. പ്രവീൺ എന്നിവരാണ് കാട്ടാന കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ചത്. പ്രശ്നം വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് എംഎൽഎമാർ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെയാണ് എംഎൽഎമാരായ വി.കെ. സനോജും പി.കെ. പ്രവീണും കാട്ടാനശല്യം രൂക്ഷമായ കണ്ണവം മേഖലയിൽ സന്ദർശനം നടത്തിയത്. വെളുമ്പത്ത്, കാണിയൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് എംഎൽഎമാർ സന്ദർശിച്ചത്. കാട്ടാനകൾ കൃഷി നശിപ്പിച്ച ഇടങ്ങൾ സന്ദർശിക്കുകയും പ്രദേശവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പല രീതിയിൽ കോളാട് പഞ്ചായത്ത് ഒരു സർക്കാർ ഭവനത്തിൽ വിട്ട് 2-3 കിലോമീറ്ററും താഴത്തെ ഒരു ആപ്പമുകളിലേക്ക് 1.5 കിലോമീറ്റർ ഫണ്ട് വഴിയൊരുക്കിയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ അതിന് സെൻറ്റർ നടപടി പഞ്ചായത്ത് കോളാടാണ്. കാട്ടാനശല്യം കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് എംഎൽഎമാർ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം നിയമസഭാ സമ്മേളനമായിരുന്നു. അതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ കാര്യങ്ങൾ ഞാനും പ്രവീൺ എം.എൽ.എയും നേരിൽ കണ്ട് സംസാരിക്കുകയും ഇതിന് ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വനാതിർത്തി പങ്കിടുന്ന എംഎൽഎമാരുടെ ഒരു യോഗം മന്ത്രി പങ്കെടുത്ത് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് കേരളത്തിലെ വനാതിർത്തി പങ്കിടുന്ന ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതം ഏതാണ്ട് 76 എംഎൽഎമാർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ 76 എംഎൽഎമാരും അവരുടെ അനുഭവം പറഞ്ഞപ്പോൾ വലിയ പ്രയാസമാണ്. കാരണം ഈ ഒരു കാര്യത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. കണ്ണവം വനമേഖലയോട് ചേർന്നുള്ള വെളുമ്പത്ത്, കാണിയൂർ, പന്നിയോട്, അതിർകുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് 2 എംഎൽഎമാരും കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.